വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഞായറാഴ്ച രാവിലെ ഉറപ്പ് വേണ്ടിച്ചപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നിരിക്കും. ഇതാണ് നമ്മുടെ ഗസ്റ്റ്. ഹായ്, എവിടെ നിന്ന് വരുന്നു ഗസ്റ്റിന്റെ വീട് എവിടാ? എനിക്ക് അറിഞ്ഞൂടെ എവിടെയാണ് വീട്? എവിടെ നിന്ന് എങ്ങനെ വന്നു രാവിലെ? കാറിൽ വന്നു. ആരും ഉണ്ടാക്കിയിട്ട് പോയി? എവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയാ? അച്ഛൻ കൊണ്ട് കളഞ്ഞിട്ട് പോയാ? മേവേ പോയിരിക്കുന്നു. അപ്പം അനിയന് ചേട്ടൻ ആപ്പിൾ കണ്ടിച്ച് കൊടുക്കുകയാണ് ഗൈസ്. കൈമുറിയും കേട്ടത് ഞാനു നിർബന്ധിക്കാതേതാ, നിരുത്സാഹപ്പെട്ട അതേത്. അപ്പം നമ്മൾ രാവിലെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞ് തുണി കഴുകി ഗൈസ്. അപ്പം തുണിയൊക്കെ കഴുകി വിരിച്ച് കേട്ടോ, എല്ലാം കഴുകി വിരിച്ച്. ഇപ്പം രാവിലെ ഇരിച്ചപ്പോൾ ചേച്ചി ഇവരും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി താഴെ നിൽക്കുന്നു. അപ്പോൾ രാവിലെ ഇനിയിപ്പം കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിന്ന് കഞ്ഞിയും പയർ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. നോക്കട്ടെ എന്താണ് പ്ലാനിങ് എന്നുള്ളത്. ചേച്ചിക്ക് താഴെ വന്ന് ഒരു അമ്മാമ്മേരെ അവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിയും പയറിലേക്ക് തിരിയും. അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, ബിരിയാണിയോ എല്ലാം വയ്ക്കാം. ഞാനപ്പോൾ ഇന്ന് അടപ്പായസം വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാനവിടെ കടല എടുത്ത് കുക്കർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഓരോ വിശേഷങ്ങളായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി കുറച്ച് അരി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പയർ തോരത്തിനുള്ള വെള്ളം പയർ വെള്ളത്തിയിട്ടുണ്ട്. ഇന്നലെ പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ച് കുരിപ്പിച്ച കടലയുണ്ട്, പയറുണ്ട്, അങ്ങനെ എല്ലാം കുരിപ്പിച്ച ഐറ്റംസ് 19 രൂപ കേട്ടോ. അപ്പം ഡേറ്റ് കുറവായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവർ സെയിൽ ചെയ്തിരിക്കുന്നത്. അവർ എഴുതിയിരിക്കുന്നത് MRP 60-80 കണ്ടാണ്. അപ്പം അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ പായസത്തിനുള്ള ചവ്വരി ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് വരുന്ന വീഡിയോസ് നമുക്ക് ട്രെയിനർ ക്ലാസ് ഉണ്ട്, ധ്യാനം ട്യൂഷൻ ഉണ്ട്, ടു ലോട്ട് ഓഫ് ജോബ്സ്. ഭയങ്കര വെയിലുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിൽ. ഓക്കേ, അപ്പം നമ്മൾ കഞ്ഞിയും പയർ തോറും തന്നെ ആക്കി. അപ്പോൾ ഇവിടുത്തെ പരിഷ്കാരിയായ ഒരു മോനുള്ള കാരണം കഞ്ഞി കുടിക്കില്ലല്ലോ. അവന് ചോറും തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് പയർ തോരും, നല്ല പയർ മുളപ്പിച്ചതും ഒരു മുട്ട പൊരിച്ചതും അച്ചാറും ആയിട്ട് അവന് കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ കഞ്ഞിയും പയർ തോരനും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ നാൾക്ക് ശേഷം കഞ്ഞിയും പയർ തോരനും കഴിച്ചത്. നല്ല മുളപ്പിച്ച പയർ മാത്രമല്ല, കുറേ ധാന്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ കടല പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. രണ്ട് പ്രാന്തന്മാരോട് ഇത് കളിക്കുകയുണ്ട്. മഴ പെയ്താൽ തുണി പറക്കിയോടെ വെച്ചു. അപ്പോൾ എൻ്റെ കടല പായസം ഇവിടെ കിടന്ന് തിളക്കി ചെയ്യുകയാണ് ഗൈസ്. കുറച്ച് നേരം കിടന്ന് തിളച്ച് വറ്റിയാലേ ഇതിനൊരു ടേസ്റ്റ് വരുമെന്നാണ് കേട്ടത്. പക്ഷേ ഞാൻ ഇതിൽ വലിയ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് കടല പായസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് ലൂസായിട്ട് തോന്നും കേട്ടോ, കുറച്ചുകൂടെ കട്ടിയാവും. ഞാൻ പിന്നെ കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് നമ്മളുണ്ടാക്കിയ സ്ഥലം കൊള്ളു നമ്മൾ പറയില്ലല്ലോ. കുറച്ച് തേങ്ങ വറുത്ത് ഇടാമെന്ന് വിചാരിക്കും. അടപ്പായസം കടലപ്പായസത്തിനൊക്കെ ഇതാണല്ലോ മെയിൻ. അപ്പോൾ അതിന് വേണ്ടിയുള്ള തേങ്ങ. അപ്പോൾ ഗൈസ്, എൻ്റെ കടലപ്പായസം ഇവിടെ റെഡി ആയിരിക്കുന്നു. കാണാനുള്ള ലുക്ക് പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കഴിച്ചേ. അപ്പോൾ ധ്യാനൂസ് നമ്മൾ വീട്ടിലാക്കിയിട്ട് വരണം. നമ്മൾ റിവേഴ്സ് എടുത്തപ്പോൾ ഓടിച്ചാടി കയറി വണ്ടി കയറുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സഹറൽ മന്തിയിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ മന്തിയുടെ കൂടെയുള്ള പല വെറൈറ്റി മന്തിയുടെ കൂടെയുള്ള അതിനുള്ള ചിക്കൻ, ഹണി ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു തവണ വാങ്ങിയായിരുന്നു. അപ്പം അവിടെ ഫസ്റ്റ് ടൈം ഒരു വർഷം വാങ്ങിച്ചപ്പോൾ കൊള്ളാൻ തോന്നി. അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിയിട്ട്. പിന്നെ പാഴ്സൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഭയങ്കര തിരക്കാണ്, അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പാഴ്സൽ പറഞ്ഞുകൊണ്ട് കറക്റ്റ് സമയം നമുക്ക് സാധനം കിട്ടി. പക്ഷെ അവർ നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്ക് കുബൂസ് വരെ തന്നില്ല. അതുകൊണ്ട് പിന്നെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ച് പിന്നെ വേണ്ട, പോയി ബെറോട്ടയാണ് നല്ലത്. നമ്മൾ ബെറോട്ട വാങ്ങിക്കാൻ പോയിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നമ്മൾ നമ്മുടെ വയൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയേ ഉള്ളൂ. 9 മണിയൊക്കെ ആയപ്പോൾ എത്തി, 9 കാലമായി. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയതോ ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് പറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് നാളത്തേക്കുള്ള ജോലിക്ക് നോക്കണം. നാളെ സ്കൂളിൽ പോകണം, ഓഫീസിൽ പോകണം, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.